ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പയർ തോരനാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പയർ തോരനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നീളമുള്ള പയർ ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ആദ്യമേ തന്നെ എൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ ഒന്ന് മുറിക്കുക, ഇങ്ങനെ അടർത്തിയെടുക്കുക, ഇങ്ങനെ ഓരോന്നും മുറിച്ചെടുക്കാം. അപ്പം ഞാൻ പയറിൻ്റെ രണ്ട് സൈഡിൽ ഞെടുപ്പെല്ലാം എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക, നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക. പയറിട്ട് നല്ലവണ്ണം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരിഞ്ഞെടുക്കാം. ഇനി പയർ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ പയർ ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു സവാളയാണ്. ഇതൊന്ന് വളരെ ചെറുതായിട്ട് അരിഞ്ഞിടാം. ഉള്ളിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും വളരെ ചെറുതായിട്ട് അരിയാം. ഇനി വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തേക്കുന്ന 3 പച്ചമുളകാണ്. ഇതും വളരെ ചെറുതായിട്ടൊന്ന് അരിയാം. പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില. നമ്മൾ അരിയുമ്പോൾ എല്ലാം കൂടി ഒരു പാത്രത്തിലങ്ങ് അരിഞ്ഞാൽ മതി. പിന്നെ ഗ്യാസിൽ കടായി വെക്കുക. കടായി ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി നമ്മൾ ഇതിനകത്തിലോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നല്ല കട്ടിയുള്ളൊരു കടായിലുണ്ടാക്കുക. ഇനി ഇതിനകത്ത് 1/2 കപ്പ് തേങ്ങ തിരുമ്മി വെച്ചുകൊണ്ട് അത് ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇതിടക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുക. ഒന്നിക്കൂടെ കാണാം പയർ നല്ലോണം കുക്കായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.